പഴയ പൊളിഞ്ഞു പോയ പൈപ്പിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കാണിക്കുന്നത്. പൊളിഞ്ഞു പോയ പൈപ്പാണ്. മുമ്പ് ഇവിടെ തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങ് പൊളിച്ചിപ്പോൾ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. അതിനാവശ്യമായ പഴയ സാധനങ്ങൾ, ഇതിൽ പഴയതാണ്, മാത്രം പുതിയത് വാങ്ങിച്ച് വീട്ടിൽ തന്നെ സ്റ്റോക്ക് ഉണ്ടായതാണ്. ബോണ്ട്, പിന്നെ എക്സോ ബ്ലേഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിങ്ങനെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. Posate. അടുത്തതായി മെയിൻ വാൾവ് ഓഫ് ചെയ്യണം. മൂടി ഗമ്മിട്ടിന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സോ ബ്ലേഡിൽ മുറിച്ചെടുക്കാം. പൈപ്പിലുള്ള വെള്ളം തീരുന്നത് വരെ ഒന്ന് നിർത്തി എടുക്കുക. എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാൽ ഗമ്മോ ഒട്ടത്തില്ല. വെള്ളമൊക്കെ വന്ന് തീർന്ന് ഇനി അടുത്തത്
ഇതിലേക്ക് ലേശം PVC ബോണ്ട് ഗം ലേശം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൽബോ കണക്ഷൻ ചെയ്യുക. ഉണങ്ങിയ തുണി കൊണ്ട് പൈപ്പിൻ്റെ അറ്റം ലേശം ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഗമ്മ് അതിലേക്ക് കറക്റ്റ് അപ്ലൈ ആവത്തില്ല. കാരണം അതാണ്. ഇതിലേക്ക് ലേശം ഗമ്മ് കൊടുക്കുക. मेरा चैनल अभी तक सब्सक्राइब नहीं किया, जिन्होंने नहीं किया वो अब जल्दी सब्सक्राइब कीजिए और जो नोटिफिकेशन बटन है ना वो भी प्रेस कीजिए ताकि आपको मेरा नया वीडियो आपको मिल सके. शुक्रिया. അപ്പോൾ നമ്മുടെ ടാപ്പ് റെഡിയായി. പഴയ പൈപ്പിലെ അഴുക്ക് വെള്ളമൊക്കെ വന്ന് ഓഫ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ലേശം സിമെൻറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.